പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അറിവിൻ്റെ മറകൾ എന്ന വിഷയമാണ് ഇന്ന് ഞാൻ 3 മിനിറ്റ്സ് ടോപ്പിക്കിലേക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അറിവിൻ്റെ മറകൾ എന്നാൽ സത്യം ഗ്രഹിക്കുന്നതിനെ തടയുന്നത് എന്ന് അർത്ഥം. ഇത് വെറും ഭൗതികമായ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല, മറിച്ച് ആത്മീയാന്ധത, അഹങ്കാരം, അതുപോലെ അസൂയ, മുൻവിധികൾ തുടങ്ങിയ ശാരീരിക തുടങ്ങിയ ഹൃദയ രോഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് പ്രയോഗങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ, കറ, മുദ്ര, അതുപോലെ തിരശീല, പൂട്ടുകൾ എന്നിങ്ങനെയാണ് ഖുർആനിൽ ഉപയോഗിച്ച പദങ്ങൾ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു പറയുന്നു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അല്ല, അവർ പ്രവർത്തിച്ചത് കാരണം അവരുടെ ഹൃദയങ്ങൾക്ക് കറ പിടിച്ചിരിക്കുകയാണ് എന്ന്. അതെ, പ്രവർത്തനങ്ങൾ കാരണം നമ്മുടെ ഹൃദയങ്ങൾക്ക് മറയിടപ്പെടും, നാം ചെയ്യുന്ന പാപങ്ങൾ കാരണം. അതുപോലെ നമ്മുടെ ഹൃദയത്തിലെ അഹങ്കാരം നിമിത്തം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സത്യത്തെ മനസ്സിലാക്കാൻ കഴിയാതെയാകും. അതുപോലെ നമ്മുടെ മുൻവിധികൾ, ഇങ്ങനെ പല കാരണങ്ങളാലും നമ്മുടെ ഹൃദയങ്ങൾക്ക് സത്യത്തെ സ്വീകരിക്കാൻ തടസ്സമുണ്ടാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു മാജ, അബൂ ദാവൂദ് എന്നീ ഹദീസ് പണ്ഡിതന്മാർ ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുവൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായി അവശേഷിക്കുന്നതാണ്. അങ്ങനെ അവൻ നിരന്തരം തെറ്റ് ചെയ്യുമ്പോൾ ആ കറുത്ത പുള്ളികൾ അധികരിക്കുകയും ചെയ്യുന്നു. അതല്ലെങ്കിൽ അവൻ ആ തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിക്കുകയാണെങ്കിൽ ആ പുള്ളി അവൻ അള്ളാഹു മായ്ക്കുകയും അവൻ്റെ ഹൃദയം വിശാലമാകുകയും അറിവിനെ സ്വീകരിക്കുകയും ചെയ്യും. നേരെ മറിച്ചാണെങ്കിൽ ആ കറുത്ത പുള്ളികൾ അധികരിച്ച് അവൻ്റെ ഹൃദയം കറുത്ത് ഒരു നന്മയും പ്രവേശിക്കാത്ത വിധം ആ ഹൃദയം കറുത്തു പോകുന്നതാണ്. അങ്ങനെ അവൻ നാശത്തിൽ അധപ്പതിക്കുന്നതാണ് എന്ന്. നമ്മുടെ ഹൃദയങ്ങൾ എന്ത് തന്നെ കേട്ടിട്ടും അത് ഉൾക്കൊള്ളാനാവാതെ, എന്ത് തന്നെ കണ്ടിട്ടും അത് ചിന്തിച്ച് മനസ്സിലാക്കാൻ സത്യത്തെ മനസ്സിലാക്കാൻ കഴിയാതെ, എന്ത് തന്നെ ബുദ്ധി കൊണ്ട് ഉപയോഗിച്ചിട്ടും അത് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ. ഇതാണ് അറിവിൻ്റെ മറകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം ഏവരെയും നാഥൻ്റെ അനുഗ്രഹമുള്ള അടിമകൾ, നാഥൻ അനുഗ്രഹിക്കുന്ന അടിമകളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.